ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡൻ വിസിറ്റാണ് കേട്ടോ. ഗാർഡൻ വിസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് കുറേ അധികം പല വെറൈറ്റീസ് ഓഫ് ചെടികൾ നമുക്കവിടെ കാണാൻ സാധിക്കും അല്ലേ. അതേപോലത്തെ ഒരു ഗാർഡനിലാണ് ഞാനിന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ഭീമ എന്നാണ്. പല വെറൈറ്റീസ് ഓഫ് ആന്തൂറിയംസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കുറേയധികം ഗാർഡൻ വിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും വെറൈറ്റീസ് ആന്തൂറിയം, അതും പൂക്കളോട് കൂടി ഒരു ഗാർഡൻ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജമന്തിയുടെ പല വെറൈറ്റീസ് ഉണ്ട്. വളരെ അഫോർഡബിൾ ആണ് ഈ ഒരു ജമന്തി, അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ജസ്റ്റ് 50 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ബോത്ത് ഇൻഡോറും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈ പെപ്രോമേൻ്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും. അതായത് 100 രൂപയാണ് കേട്ടോ. നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു 100 രൂപയ്ക്കൊക്കെ. അതോടൊപ്പം തന്നെ നമുക്ക് ഓർക്കിഡ്സ്, അതേപോലെ തന്നെ അഗ്ലോമിയ, പിന്നെ കുറേ അധികം ഹാങ്ങിങ് പ്ലാന്റ്സ്. എനിക്ക് ഫസ്റ്റ് തന്നെ എന്നെ അട്രാക്റ്റ് ചെയ്ത ഈ ഒരു ആന്തൂറിയാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആന്തൂറിയത്തിൻ്റെ പല വെറൈറ്റീസ്, അത് പൂക്കൾ പല കളറിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 300 രൂപയാണ് കേട്ടോ. ഞാനിവിടെ നോട്ടീസ് ചെയ്തത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനൊക്കെ വരുന്നത് നമ്മുടെ തൃശ്ശൂർ, അതായത് മണ്ണൂത്തിയുടെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിലൊക്കെ ഞാൻ എന്താണേലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് നമ്മുടെ ഓർക്കിഡ്സ് ആണ് കേട്ടോ. ഈ ഓർക്കിഡ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ വൈറ്റ് ഓർക്കിഡ് അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഓർക്കിഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 400 രൂപയാണ് കേട്ടോ. എല്ലാ ഓർക്കിഡ്സിനും സെയിം പ്രൈസ് തന്നെയാണ്, 400 രൂപയാണ്. അപ്പോൾ 400 രൂപയ്ക്ക് ഈ ഒരു ഓർക്കിഡ് കിട്ടിയത് എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ പല നഴ്സറീസ് എല്ലാം വിസിറ്റ് ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഞാൻ അഫോർഡബിൾ എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും ഇവിടെ പ്രൈസിൽ നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ജമന്തിയുടെ കാര്യം പറഞ്ഞു. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറച്ച് പൂക്കളുള്ള ജമന്തിക്ക് 50 രൂപയാണ്. 50 രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, നോർമലി നമ്മൾ പുറത്ത് നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു 150 അല്ലെങ്കിൽ 180 മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ജമന്തിക്ക് കൊടുക്കേണ്ടി വരും. ഞാനൊരു ഓർക്കിഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ ഏത് കളർ ചൂസ് ചെയ്യണം എന്ന് എനിക്ക് കുറച്ച് എന്താ പറയുക ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ആണ് കേട്ടോ. എനിക്ക് ആ ഒരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ വേറൊരു കളർ ഷെയ്ഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫൈനലി ഇൻഡോർ എന്ന നിലയ്ക്ക് നമ്മുടെ വീടിനുള്ളിൽ വെക്കാൻ വേണ്ടി വൈറ്റ് ഓർക്കിഡാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഓർക്കിഡാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ പ്രൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 400 രൂപയാണ്. അങ്ങനെ നമ്മൾ ഓർക്കിഡ് പർച്ചേസ് ചെയ്തു. ഓർക്കിഡിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ട് നിങ്ങൾക്ക് പലതരം അതായത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റും, പാം ട്രീ ഒക്കെ. അതോടൊപ്പം തന്നെ ഈ ഒരു ആന്തൂറിയം വെറൈറ്റിയും 300 രൂപയാണ് കേട്ടോ. ആ ഒരു പിങ്ക് ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ആ ഒരു പൂക്കളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ ജസ്റ്റ് 100 രൂപയേ ഉള്ളൂ. അതായത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിനൊക്കെ 100 രൂപയാണ് കേട്ടോ. പിന്നെ സ്പൈഡർ പ്ലാന്റ്, അങ്ങനെ ഇൻഡോർ ബേസ് ആയിട്ടുള്ള കുറേ അധികം പ്ലാന്റ്സ് ഉണ്ട്. ഭീമ സീസൺ ഗാർഡൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കൊടുത്തേക്കാം. പിന്നെ പല വെറൈറ്റീസ് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇസഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ മിതമായ നിരക്ക് മാത്രമുള്ളൂ. വീട്ടിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ ഒരു നഴ്സറിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗാർഡനിലേക്ക് എത്താവുന്നതാണ് കേട്ടോ. അതായത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. മറ്റ് നഴ്സറീസൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്തപ്പോൾ നല്ല വിലക്കുറവ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഡീറ്റെയിലൊക്കെ ഞാൻ എക്സാക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ. മേ ബി ചിലപ്പോൾ ചിലർക്ക് വന്നെത്താൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ഫെസിലിറ്റി മേ ബി എന്താണെങ്കിലും ഉണ്ടാവും. അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചോളൂ കേട്ടോ. എനിക്ക് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഇലച്ചെടികളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു പർട്ടിക്കുലർ വലുപ്പത്തിൽ മാത്രമല്ല, അതായത് നമ്മുടെ രീതിക്ക് മേ ബി ചിലർക്ക് മിനിയേച്ചർ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചുകൂടെ മീഡിയം ലെവൽ, കുറച്ചുകൂടെ വലുതായിട്ട് നിൽക്കുന്നത്. അപ്പം ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ചെടികൾ അനായാസം തിരഞ്ഞെടുക്കാവുന്ന രീതിക്കാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പല വെറൈറ്റീസും പല വലുപ്പത്തിലുള്ള ചെടികൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ കാര്യത്തിലാണെങ്കിലും തീരെ ചെറുതായിട്ടുള്ളതുകൊണ്ട് ഇസഡ് ആണെങ്കിലും അതുപോലെ തന്നെ അഗ്ലോമിയയുടെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു അഗ്ലോമിയ വെറൈറ്റിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒരുപാട് മെനക്കേടില്ല. അതായത് അത്യാവശ്യം കുറച്ച് വാട്ടറും പിന്നെ നമ്മൾ മോഡറേറ്റ് ആയിട്ടുള്ള സൺഷെയ്ഡൊക്കെ കൊടുത്താൽ മതി. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന രീതിക്കൊന്നും ഇൻഡോർ പ്ലാന്റ്
നമ്മൾ വെച്ചാൽ അതിൻ്റെ എക്സാക്റ്റ് ഭംഗി കിട്ടില്ല. വേണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്കൊന്ന് പുറത്തിറക്കി വെയിലൊക്കെ കൊള്ളിച്ച് എന്നിട്ട് അകത്ത് കയറ്റി വെക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങൾ കെയർ ചെയ്താൽ മതി. അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സൊക്കെ ഭയങ്കരമായിട്ട് നിറയും കേട്ടോ. ചെടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷുവറായിട്ട് ഇവിടെ പോയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പല വെറൈറ്റീസ് ഉണ്ട്. ഈവൻ ഇൻഡോർ ആയിക്കോട്ടെ, ഔട്ട്ഡോർ ആയിക്കോട്ടെ, പൂക്കളുടെ ആയിക്കോട്ടെ, ഇലച്ചെടികളായിക്കോട്ടെ, എല്ലാം തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഞാൻ ചില നഴ്സറിയിൽ കാണാത്ത പല വെറൈറ്റീസ് ഓഫ് ചെടികൾ എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചെടികളിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് കലാത്തെ. ഓൾറെഡി എൻ്റെ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഗാർഡനിങ് കാര്യങ്ങളൊന്നും കുറച്ച് പുറകോട്ടാണ് കേട്ടോ ചെടികൾ പിടിപ്പിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇനി ചെടികളൊക്കെ പിടിപ്പിച്ച് തുടങ്ങണം എന്ന് എനിക്ക് ഈ ഒരു ഗാർഡൻ വിസിറ്റ് ചെയ്തപ്പം ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഗാർഡൻ എന്താണേലും വിസിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കുറച്ചധികം ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എനിക്ക് സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കലാത്തിയ വെറൈറ്റീസൊക്കെ വാങ്ങണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആന്തൂറിൽ ഞാൻ ഷുവറായിട്ട് ഇനി അവിടെ ചെല്ലുകയാണെങ്കിൽ മിസ് ചെയ്യാലോ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പൂക്കളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അതും പല വെറൈറ്റീസ്. ഒരു വെറൈറ്റിക്ക് 300 രൂപ വെച്ചിട്ടാണ്. എല്ലാത്തിനെയും പ്രൈസ് ഫിക്സഡ് ആണ് കേട്ടോ. സെയിം പ്രൈസ് തന്നെയാണ്. പ്രൈസിൽ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. പിന്നെ നമ്മുടെ ഓർക്കിഡ്. അപ്പോൾ ഇനി പോവുകയാണെങ്കിലും ഞാൻ മേ ബി ചിലപ്പോൾ ഓർക്കിഡ്സൊക്കെ പർച്ചേസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെടുക്കണോ വൈറ്റ് എടുക്കണോ എന്നിങ്ങനെ കൺഫ്യൂസിങ് ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വൈറ്റ് എടുക്കുകയാണ് ചെയ്തത്. എന്താണ് ഇതെല്ലാം കാറ്റഗറി വരുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലാന്റ് ആണ് പെപ്രോമൈൻ. പെപ്രോമൈൻ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പെപ്രോമൈൻസിനെല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ. 100 രൂപയാണ്. ഭയങ്കര അഫോർഡബിൾ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ. ഇനി അടുത്തത് നമ്മുടെ ലക്കി ബാമ്പു ആണ്. അപ്പോൾ ലക്കി ബാമ്പു 250 രൂപയാണ് വരുന്നത്. അപ്പോൾ ലക്കി ബാമ്പു ഒന്നല്ലെങ്കിൽ നമ്മൾ വാട്ടറിൽ അല്ലെങ്കിൽ അതിനായിട്ട് ജെല്ലി ഉണ്ട്. ആ ഒരു ജെല്ലിയിലാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഓ ജെല്ലുണ്ടല്ലേ. പിന്നെ വെറൈറ്റീസ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഹാങ്ങിങ് പ്ലാന്റ്സിനെക്കാളും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എനിക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ ഹാങ്ങിങ്ങും ഇൻഡോറും ഔട്ട്ഡോറും എല്ലാ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സാക്റ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്താൽ എനിക്കും ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുള്ളായിരിക്കും. അത്രയും കൂടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ അതുകൊണ്ടിട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ മറക്കണ്ട, ഭീമ സീസൺ ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ബോർഡിൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിലൊക്കെ കാണാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. ടാറ്റാ.